ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണം വിശ്വസിക്കുന്നത് ശ്രീയാണ് കേട്ടോ. ഇന്ന് നമ്മളൊരു വെറൈറ്റി മോഡിൽ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഇൻട്രോ. ആക്ച്വലി എൻ്റെ അഡീനിയം ഒക്കെ പൂത്തത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ അഡീനിയം പൂത്തു എന്ന് പറയുന്നേക്കാളും നല്ലതല്ലേ അതിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ഇന്നലെ ഏതോ ഒരു നമ്മുടെ മണിയാ ആരോ ഒരാൾ തട്ടിയിട്ടിട്ട് എൻ്റെ ഈ ഒരു പിങ്ക് കളറിലുള്ള അഡീനിയം ഉണ്ടല്ലോ, ഞാൻ ഓട്സ് കഴിക്കായിരുന്നു. നാളെ കഴിഞ്ഞ് നാളെ തൊട്ട് നമ്മുടെ ഇവിടെ ഉത്സവമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചേ കുറച്ച് അടിച്ചുവാരി പടക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ശാന്തേച്ച് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങനെ പോവല്ലോ. അപ്പൊ ഞാൻ ഇവിടെ തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഭാഗ്യ വരണ്ട, ഷർട്ട് ഇട്ടിട്ടില്ലേ ഭാഗ്യ? തല കാണിക്കണ്ട, ഇപ്പഴത്തേക്ക് നീങ്ങ പൂരത്തിന് ക്ഷണിക്കാവരെ. അടിപൊളി പൂരാണ്. ഫെബ്രുവരി 23, 24, 25 ദിവസങ്ങളിലാണ്. അവര് കാണുമ്പോ പൂരം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പാടാൻ നിൽക്കുന്ന തിരക്കില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് അങ്ങോട്ട് കടക്കാം. എങ്ങനെയുണ്ട് അഡീനിയംസ്? അടിപൊളിയാടാ. ഇതേ വെയിലത്ത് വെച്ചാലേ പൂണ്ടാവുള്ളൂ. പക്ഷെ വെയിലത്ത് വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് പൂവും ചെടി എല്ലാം അങ്ങോട്ട് വാടുക. ഈ പൂവൊക്കെ രണ്ടും ആഴ്ചയൊക്കെ നിൽക്കണതാ. പക്ഷെ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വാടി വീഴുക. അപ്പൊ ഞാൻ എല്ലാത്തിനും എടുത്തുകൊണ്ടെന്ന് നമ്മുടെ സിറ്റ് ഔട്ടിൽ വെച്ചു. മാത്രല്ല അതേ കണ്ട ഇവിടെ നിന്ന് ഓരോ വശത്തുനിന്നായിട്ട് അത് ചീഞ്ഞ് വരുന്നത്. ഇനിത് കട്ട് ചെയ്തേ സാഫ് പരട്ടണം എന്നാണ് വിചാരിക്കണത് ഞാൻ. കുറെ വെള്ളം ആയാലും പ്രശ്നമായിട്ട് ഞങ്ങൾക്ക്. ഓ അയ്യോ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ അങ്ങോട്ട് ആരംഭിക്കാം. കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാനൊരു ബ്രേക്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്കൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൂരത്തിൻ്റെ ആഘോഷങ്ങളുടെ ഇടയിൽ വീടിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ ആയിട്ട് കുറച്ച് അടക്കി പറക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊരു വ്ളോഗായിട്ട് ഞാൻ എന്താ ചിത്രീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നത് ശ്രീയാണ് കേട്ടോ. മഞ്ഞണിഞ്ഞ നമ്മുടെ വല്ലൂരിന്റെ പ്രഭാതത്തിൽ നിന്ന് വഴുതനങ്ങ കൂട്ടാനിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. ആക്ച്വലി നമ്മുടെ ഇവിടെ പണ്ട് നമ്മൾ കുറച്ച് വഴുതനങ്ങയും അതുപോലെ തന്നെ ചീരിയും സംഭവങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചായിരുന്നല്ലോ. അതൊരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. അപ്പൊ അവിടെ ഭാഗ്യം ഒരു കൃഷിത്തോട്ടം തയ്യാറാക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഗ്രോ ബോക്കൊക്കെ മുകളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അബദ്ധവശാലാണോ ഇനിയിപ്പോൾ വഴുതനയ്ക്ക് തെറ്റിയതാണോ എന്നറിയില്ല. ഒരു തൈ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമ്പോൾ വെള്ള വഴുതനങ്ങ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒരെണ്ണം വലുത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പതിവ് പോലെ തന്നെ ശാന്തമ്മയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വാഴയിലും പണിക്ക് ചേട്ടന്മാരുണ്ട്. അവർക്ക് ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ടാവാന്ന് വിചാരിച്ചു നമ്മുടെ അൽത്തുകൊളുത്ത് പരിപാടികൾ. അപ്പം ഇന്ന് നമ്മൾ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങാണ് കേട്ടോ നമ്മൾ കറി വെക്കണത്. നമ്മൾ പരിപ്പ് കുറച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതുപോലെ തന്നെ അടച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കൽ ഇത്തിരി കുറയും. സവാളയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞുള്ളി അരിയാനായിട്ടുള്ള നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും പിന്നെ നാടൻ പച്ചമുളകായിരുന്നു. അപ്പോൾ നല്ല എരിവ് ഉണ്ടാവും. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടിയിട്ട് അതൊന്ന് വഴണ്ട് വന്നപ്പോൾ നമ്മളിങ്ങനെ നീളനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വഴുതനങ്ങയും അതുപോലെ തന്നെ വഴുതനങ്ങയല്ലടാ അത് ബീട്രൂട്ടും അതുപോലെ തന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങും നമ്മൾ ഒന്ന് വേവിക്കാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നീരാവി വെള്ളം വീഴുമ്പോഴേ അതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. പിന്നെ ചൂട് ഭയങ്കര സ്ലോയിൽ ഇടണം, കാരണം കാസ്റ്റ് അയണിൻ്റെ പാത്രമായതിനോട് കരിഞ്ഞു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത കറിയിലേക്ക് കിടക്കുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റിപ്പിടിക്കൂ ശ്രീ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരു കറിയാണ് കേട്ടോ. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ എല്ലാം പച്ചമുളകും നമ്മൾ നന്നായിട്ട് വഴട്ടുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി പിന്നെ വഴുതനങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ കുറച്ച് സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ നമുക്ക് എരിവുള്ള മുളക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മുളക് പൊടിയോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഇടുമ്പോൾ നല്ലൊരു പുളി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മുടെ പിഴുപുളി ഉണ്ടല്ലോ, സാമ്പാർ പുളി, അതൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. പിഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളമാക്കിയിട്ട് അതിലൊന്ന് വേവിച്ചെടുക്കുമ്പോൾ ഉടയാണ്ട് നോക്കണം കേട്ടോ നമ്മുടെ ആ ഒരു എന്താ പറയുക വഴുതനങ്ങ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഇതിലിത്തിരി സാദമൊക്കെ പോലെ ചോറൊക്കെ ആക്കി നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഇവിടെ ഇത്തിരി നാളികേരം പാലൊക്കെ ഒഴിച്ച് കഴിക്കുന്നതാണ് അതിൻ്റെതായ ഒരു ടേസ്റ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ നല്ല നാളികേരം പാൽ കട്ട പാലുണ്ടല്ലോ അതൊന്ന് ഒഴിച്ച് ഒന്ന് കുറുതായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മുളകും കടുകും ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വിളമ്പി ഇങ്ങനെ അടിപൊളിയായിട്ട് ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ ഒരു അസാധ്യ സംഭവമായിരുന്നു. ആ ഒരു എന്താ പറയുക, വഴുതനങ്ങ എന്ന് പറയാത്ത രീതിയിലായിരുന്നു കേട്ടോ ആ കറി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സർലാസാണ് ഉണ്ടാക്കിയത്. ഇത് പിന്നെ നമ്മുടെ ചോപ്പർ റൂട്ടുള്ള കാരണം കൊണ്ട് ചടവടയെന്ന് കഴിയുമല്ലോ. എല്ലാം കൂടി ഇട്ടിട്ട് ചോപ്പറിലിട്ടിട്ട് 4 വലിയാണ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ വേപ്പിൻ്റെ ഒക്കെ ഇട്ടിട്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള വിഭവം കേട്ടോ. ഞാൻ എല്ലാം കൂടി അടച്ചു വെച്ച് ഇനി നമുക്ക് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം. കാരണം പുറത്ത് ഭാഗ്യൻ അടുക്കളത്തോട്ടത്തിൻ്റെ കാര്യമായ പണിയില്ല. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മൾ കുത്തി കുളമാക്കിയ കുളം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ നട്ട് നനച്ച് വളർത്തിയ ഗ്രോ ബാഗുകളാണ് ആയിരിക്കുന്നത്. നട്ട് നനച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, വളർന്നില്ല. അങ്ങനെ ഭാഗ്യം ഈ കൃഷിയിടം ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. ആള് തലേദിവസം തന്നെ ഹോളോ ബ്രിക്സിൻ്റെ കട്ടയൊക്കെ ചുറ്റും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ ചീര ആക്ച്വലി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ വന്നൂടാ. പിന്നെ നമ്മൾ വിത്തിന് വേണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്തതിൽ നല്ല ഭംഗിയിൽ വരുന്നു. ഏറ്റവും പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുടിപ്പ് വരിക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതിനാണ് നമ്മൾ റോഗറൊക്കെ മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ഭാഗ്യം ഈ ഒരു സ്ഥലം മൊത്തത്തിൽ ചേട്ടന്മാരെ കൊണ്ട് കളച്ച് വൃത്തിയാക്കിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കുറച്ച് തൈകൾ മേടിച്ചോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യന് എപ്പോഴും ചെടികൾ താഴത്ത് വെക്കുന്നതാണ് നല്ലത്. മണ്ണിൽ നിന്ന് വെള്ളവും ജലവും വലിച്ചെടുത്ത് വളരണം. അല്ലെങ്കിൽ ഗ്രോ ബാഗ് എന്ന് പറയുന്നത് ടെറസിൻ്റെ മുകളിൽ വെക്കുന്നതാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ ചില വീഡിയോസൊക്കെ കാണുമ്പോഴേ ഗ്രോ ബാഗിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഹായ് ഇത് കൊള്ളാലോ എന്ന്. പക്ഷേ ആ തുടക്കത്തിലുള്ള ആവേശം മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ മുരടിച്ച് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു, ഓ താഴെ വെച്ചാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ ചാണകപ്പൊടിയാണ് മേടിക്കാറുള്ളത് ഇവിടെ. ചാണകപ്പൊടി ഓരോ കുഴികളിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് ചെടികൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഭാഗ്യം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സൈഡിൽ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗ്യം നമ്മൾ മണ്ണ് മറിക്കുമ്പോൾ ചാണകം താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ വാഴത്തോട്ടവും ബാക്കിയുള്ള സ്ഥലങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. വാഴ കൃഷിയൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരിചയപ്പെടുത്തി തരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ വാഴ കൃഷി ചെയ്തു തുടങ്ങി, ശ്രീ അത് ചെയ്തു തുടങ്ങി, ഇത് ശ്രീ ചെയ്തു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റയിലും പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ അയക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. നിങ്ങളുടെ പിക്ചർ ഞാൻ ഭാഗ്യന് കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് വെക്കുന്നത് നമ്മുടെ തക്കാളി തേയും അതുപോലെ തന്നെ വഴുതനങ്ങ, പിന്നെ ക്യാപ്സിക്കം ഇതൊക്കെ ഉണ്ടായിരുന്നു. 2 രൂപ 3 രൂപയൊക്കെയാണ് നമുക്ക് തൈകൾ നമ്മൾ മണ്ണുത്തിൽ നിന്ന് മേടിക്കുമ്പോൾ ആവാറുള്ളത്. നമ്മൾ കാർഷിക സർവകലാശാലയിൽ നിന്ന് മേടിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ശ്രീജി ചേച്ചിയുടെ കട ഞാൻ കാണിച്ചു തരാറില്ലേ, അവിടെ നിന്ന് മേടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അരച്ചാക്ക് 3/4 ചാക്കോളം ചാണം ഇവിടെ തന്നെ നമ്മൾ ചാണകത്തിൻ്റെ പൊടി, ഉണക്ക ചാണകത്തിൻ്റെ പൊടി നമ്മൾ ആ കുഴികളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3-4 സെക്ഷനായിട്ടാണ് നമുക്ക് വാഴ നിൽക്കുന്നത്. അത് കാരണം കൊണ്ടാണ് വ്യത്യസ്ത വലുപ്പത്തിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ആ ഒരു കവറൊക്കെ റിമൂവ് ചെയ്ത് മണ്ണിനെ ഇളക്കൊന്നും പറ്റാത്ത രീതിയിൽ താഴത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10-25 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി പൂവിട്ട് തുടങ്ങും കേട്ടോ. ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഭാഗ്യൻ മിണ്ടാണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ, ഭാഗ്യൻ എന്താണ് ഒന്നും മിണ്ടാത്ത നിങ്ങളോട് സംസാരിക്കാത്തതെന്ന്. ആക്ച്വലി ഭാഗ്യൻ എന്നോട് പിണങ്ങി നിൽക്കായിരുന്നു. ഞങ്ങൾ എന്തോ ഒരു കാര്യം പറഞ്ഞെന്ന് പിണങ്ങി നിൽക്കാറുണ്ട്. പണ്ടൊക്കെ ഭാഗ്യം പിണങ്ങിയിട്ടുണ്ടെങ്കിലേ കുറേ ദിവസം മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഭാഗ്യൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഭാഗ്യന് വേണ്ടപ്പെട്ടവരെന്ന് പറയാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ചെറുപ്പകാലങ്ങളിലൊന്നും. അപ്പോൾ പിണങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് വലിയ സംഭവമായിരുന്നു. അപ്പം ഞാനൊക്കെ ആയിട്ട് നമുക്കാണെങ്കിൽ എന്ന് ഒരു മിനിറ്റിൽ ഞാൻ 10 വട്ടം പിണങ്ങും ആരെങ്കിലും എടുത്ത്. അപ്പോൾ തന്നെ ഞാൻ അത് മറക്കും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യന് പക്ഷെ അത് ഭയങ്കര, ഭാഗ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും പിണങ്ങില്ല. ഇതിപ്പോൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യമായിരിക്കും കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചു, ഭാഗ്യന് സംഭവിച്ചു. അങ്ങനെ പിണങ്ങി നിൽക്കുകയായിരുന്നു ഭാഗ്യൻ. അതാണ് ഒന്നും മിണ്ടാത്തത് കേട്ടോ. ഇപ്പോൾ ഒക്കെ പിണങ്ങി എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് മറക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ പരസ്പരം നോക്കി ചിരിച്ച് പിന്നെ ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ നേരം കഴിയുമ്പോഴാണ് റിയലൈസ് ചെയ്യുക, ഐ നമ്മൾ പിണങ്ങിയിരിക്കുകയായിരുന്നുള്ളൂ എന്ന്. അപ്പോൾ അതാണ് സംഭവം, ഭാഗ്യമിണ്ടാത്തതിൻ്റെ സംഭവം. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ അമരക്കും കൂടെ നട്ടിട്ടുണ്ട്, കുറ്റി അമരയും കൂടെ നട്ടിട്ടുണ്ട്. അപ്പോൾ നട്ടാൽ നനയ്ക്കണം എന്നാണ് പറയുക. അങ്ങനെ നനയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുറച്ച് പരിപാടികൾ, കുറച്ചൊരു കൃഷി പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. പൂരമൊക്കെ അല്ലേ, വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഭാഗ്യം കമ്മിറ്റിയിൽ ഇല്ലാത്ത കാരണം കൊണ്ട് ഭാഗ്യം പറഞ്ഞു നമുക്ക് കൂട്ടുകാരൊക്കെ വിളിച്ച് ആഘോഷിക്കണം ശ്രീ എന്ന് പറഞ്ഞു. ശ്രീ എന്നല്ല, മോനേ എന്ന് പറഞ്ഞു സ്നേഹത്തോടെ. ആ മോനെ വിളിയിൽ ഞാൻ അങ്ങോട്ട് വീണടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീടൊക്കെ ഒന്ന് ഒരുക്കി വെക്കാം, ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ചെടികളൊക്കെ മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട് സത്യത്തിൽ ഒരു 2.5 വർഷം മുമ്പ് നമ്മൾ അന്ന് അറേഞ്ച് ചെയ്ത ഒരു അറേഞ്ച് ചെയ്യലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഷോപ്പിലെത്തിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ആളുമില്ല, പക്ഷേ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ജോൺസൺ മാഷിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ നമ്മുടെ മെഡോയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ ഈ താറാവിനെയും മൊയിലിനെയും ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ കണ്ടു, പക്ഷേ കടയിൽ ആളുണ്ടായില്ല. എന്തായാലും മണ്ണുത്തി കടയിൽ നമ്മൾ പിന്നെ പ്ലാസ്റ്റിക് കടയിൽ കയറി അവിടെ നിന്ന് കുറച്ച് ചെട്ടിയും സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ തിരിച്ചെത്തി.
ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ. ഈ ചട്ടി മേടിച്ചു. ഈ ചട്ടിക്ക് 50 രൂപയാണ് ഒരു ചട്ടിക്ക്. പിന്നെ മയിൽപ്പീലി ചീര എന്ന് പറഞ്ഞിട്ട് ഈ കളറിലുള്ള ഒരു ചീര ഉണ്ടല്ലോ, അത് നമ്മൾ മേടിച്ചു. പിന്നെ നമ്മുടെ വ്ളാത്താങ്കര ചീര എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചീര നമ്മൾ മേടിച്ചു. 30 രൂപയാണ് അതിൻ്റെ വിത്തിന്. പിന്നെ ഇത് സ്വീറ്റ് കോൺ മേടിച്ചു. ഇത് നമ്മൾ നമ്മുടെ സാഫ് മേടിച്ചതാണ് കേട്ടോ. സാഫ് ഇത്തിരി പൊട്ടിച്ച് കാലത്ത് നമ്മൾ ആക്കിയ ചെടിയിൽ അവിടെ ആക്കണം. ഇതാണ് നമ്മുടെ ചട്ടി എന്ന് പറയുന്നത്. ഈ ചട്ടിയിൽ നമുക്ക് പെറ്റൂണിയ വെക്കാനുള്ളതാണ്. പെറ്റൂണിയ വെച്ചിട്ട് വീടിന്റെ സൈഡുകളിൽ ഞാത്തി ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇവിടെ ഭയങ്കര വെയിലാണ്. ചെടികളൊക്കെ വെയിലത്ത് നിന്ന് നമ്മൾ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മേടിച്ചു. പിന്നെ നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതെന്റെ കേടായി പോയായിരുന്നു, അത് മേടിച്ചു കേട്ടാ. പിന്നെ ഈ ഒരു ഇരുമ്പിന്റെ ചങ്ങലയാണ് ഇതിനുള്ളത്. പിന്നെ നമ്മൾ മേടിച്ചതാണ് ഈ ഒരു കത്രിക. എൻ്റെ കയ്യിൽ പ്രൂണിങ് കത്രിക ഉണ്ടായിരുന്നില്ല. ഈ പ്രൂണിങ് സിസറിന് വേറൊരു പേര് പറയും. അപ്പൊ അത് കുറച്ച് വലിപ്പമുള്ളത് മേടിച്ചു. നോക്കിയേ, കണ്ട നല്ല വലിപ്പമില്ലേ. അപ്പൊ കുറച്ച് വലിയ സ്റ്റെമ്മായാലും നമുക്ക് കട്ട് ചെയ്യാം. നേരെ കട്ട് ചെയ്യുന്നതിന് പകരം ചെരിച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരം കത്രികയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് റോഗറാണ്, വിഷമാണ്, വിഷം. അത് നമ്മുടെ മുളക് തൈകൾക്കൊക്കെ കാറ്റുണ്ടല്ലേ, മുളക് തൈകൾക്കൊക്കെ ഇവിടെ ഒരു തരം വേറെ തരം കുരുടിപ്പ് പോലത്തെ അസുഖം വരുന്നത്. അപ്പൊ അതിന് മേടിച്ചതാണ്. പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ മറ്റേ ശർക്കര ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് മേടിച്ചു. മയിൽപ്പീലി ചീര എന്ന് പറഞ്ഞിട്ട് സുന്ദരി ചീരയുണ്ട്, മയിൽപ്പീലി ചീരയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇവിടുത്തെ ഒരു ചേച്ചി തന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചതാണ് ഈ ഒരു പോട്ട് എന്ന് പറയുന്നത്. ഇതിന് 55 രൂപയാണ് ഒരു പോട്ടിന്. ഇത് പക്ഷേ ഇന്നൽ പോട്ട് അടക്കാണ് വരിക. എനിക്ക് ഈ ചട്ടിന് കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെയാണ് വരിക, കണ്ട. പക്ഷെ ഞാനിത് എന്താ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഓട്ടിയിട്ടിട്ട് ഇത് രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് വെക്കുക. കാരണം ചൂട് കൂടും ചെടികൾക്ക് ഒരു ഇന്നർ പോട്ട് ഇട്ട് വെക്കുമ്പോഴേ. അപ്പൊ ചില സമയങ്ങളിൽ നമ്മുടെ ചെടി വേണ്ടത്ര രീതിയിൽ വലുതാവാറില്ല. അപ്പൊ നമുക്ക് അകത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇന്നർ പോട്ടിട്ട് വെക്കുകയാണ് നല്ലത്. പക്ഷെ നമുക്ക് ഇതിനെ സിറ്റ് ഔട്ടിൽ സമർപ്പിക്കാനുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിനെ പോയിട്ട് ഓട്ടിയിട്ടിട്ടേ നമ്മുടെ സിറ്റ് ഔട്ട് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം. അപ്പൊ ഞാൻ പോയിട്ട് വരാം. നമുക്ക് സംഭവം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം ഭാഗ്യം പോയപ്പോ അതൊക്കെ മേടിച്ചോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2500 രൂപയായി മോനെ എന്ന് പറഞ്ഞ് മേടിച്ചോട്ട് വന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. 250-300 രൂപ വെച്ചിട്ട് പെർ പീസിനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂരത്തിന് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ വേണ്ടേ. അപ്പൊ അച്ഛനും മോനും കൂടിയിട്ട് അമ്മ നമ്മുടെ കടയിൽ നിന്ന് അരിഞ്ഞു കൊടുത്ത കൊപ്ര ഉണക്കി എടുത്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണയാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന തിരക്കിലാണ് രണ്ടുപേരും കേട്ടോ. ഈ കൊപ്ര ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഞാൻ തിന്നു കഴിക്കും. ഇതിൻ്റെ പിന്നിലുള്ള എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ഭയങ്കര എക്സസീവായിട്ട് അത് കഴിച്ചു തുടങ്ങിയ കാരണം കൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെ നമുക്ക് ഈ ഒരു ഏരിയ, അതായത് നമ്മുടെ ബുധനിരിക്കുന്ന ഈ ഒരു ഏരിയ മിക്കതും നമ്മുടെ വ്ളോഗുകളിൽ എന്തെങ്കിലും ഡ്രസ്സ് ഇടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇവിടെ നിന്നിട്ടാണ് കൂടുതലും പ്രസനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കാപ്പിയുടെ വേരാണ് കേട്ടോ. കാപ്പിയുടെ വേര് നമ്മൾ മണ്ണുത്തിന്ന് ഒരു ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചത്. ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് മേടിച്ചത്. ഒരു 2-2.5-3 കൊല്ലത്തിൻ്റെ അടുത്ത് ഒരു പഴയ വ്ളോഗിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, മേടിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുമ്പോൾ പൊടികളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടുണ്ടാവില്ല. പക്ഷേ ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത്തിരി എക്സ്ട്രാ ക്ലീനിങ് കൂടുതലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ച് പറിച്ചെടുത്തതും അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ നിൽക്കണ്ടായിരുന്നതും പറിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുറേ നാളായിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ശാപം കിട്ടിയ ചെടിയാന്ന് തോന്നുന്നു. അത് കാരണം തന്നെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അത് വലുതാവുണ്ടായില്ല. അങ്ങനെ ഞാൻ അതിനെ കുറച്ചും കൂടി ഭംഗിയാക്കി എടുത്തു. വെക്കേണ്ടതായ രീതിയിൽ വെച്ചപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയില്ലേ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഇരിക്കേണ്ടയിടത്ത് ഇരിക്കും വേണം, കൊണ്ടു നടക്കേണ്ട രീതിയിൽ കൊണ്ടു നടക്കും വേണം, എന്നാലാണ് അതിൻ്റെ ഭംഗി അങ്ങോട്ട് വരുള്ളൂ. ചില വ്യക്തികളുടെ മറ്റ് ചില ആൾക്കാരെ കയ്യിലൊക്കെ കിട്ടുമ്പോൾ അവർ ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നതും, ഒട്ടും മിണ്ടാത്ത ആൾക്കാർ കുറച്ചും കൂടി എന്താ പറയുക മനസ്സിലാക്കുന്ന ആൾക്കാരെ കൂടെ കൂടുമ്പോൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതായിട്ടൊക്കെ തോന്നിട്ടില്ലേ. വയസ്സ് വേഴ്സ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ ജീവിതങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ ചെടികളൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇതിന് ഇത്രയധികം ഗ്രോ ബാഗുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. കഴിഞ്ഞ ദിവസം നമ്മുടെ അച്ഛൻ വന്നപ്പോഴേ ഇതേ കണ്ട ഗ്രോ ബാഗുകളൊക്കെ ഞാനൊന്ന് കാലിയാക്കി. ആ പഴയ ഗ്രോ ബാഗുകളിലത്തെ മണ്ണൊക്കെ തട്ടിയിട്ട് അതിൽ നമ്മൾ ചകിരിച്ചോറൊക്കെ ഇട്ട് നമ്മുടെ ചാണകത്തിൻ്റെ വളമൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനവിടെ ഇരുന്ന് എന്താ ചെയ്യണമെന്ന് അറിയോ, നമ്മുടെ ചീര അതിൻ്റെ വിത്ത് എടുക്കണ തിരക്കിലാണ് കേട്ടോ. ശ്രീകുട്ടൻ മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കുന്നത്. ഇവനിതൊരു ഹോബി. അപ്പം നമ്മുടെ മൂവാണ്ടമ്മ എല്ലാ മാങ്ങയും പൊട്ടിച്ച് ഉപ്പും മുളക് ഇടലാണ് ആളുടെ മെയിൻ ജോലി.
ഇതാണ് അച്ഛൻ കാണിച്ചെന്ന അല്ലെങ്കിൽ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പരിപാടി. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കരുത്ത കരുത്ത കറുത്ത കറുത്ത ആമണികൾ ഉണ്ടല്ലോ, അതാണ് ചീനവിത്ത്. ഇത് നമ്മുടെ കോക്കോ പീറ്റാണ് കേട്ടോ. എന്നിട്ട് പറയാ ചകിരിപ്പൊടി. ചകിരിപ്പൊടി. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഗ്രോ ബാഗ് കൃഷി വളരെ ദയനീയമായി പരാജയപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പൊ പക്ഷെ ഞാൻ തോറ്റ് പിന്മാറാൻ റെഡിയല്ല ഗൈസ്. അപ്പൊ അച്ഛന്റെ സഹായത്തോടു കൂടെ വീണ്ടും പാഴ്പണിയാണോന്ന് അറിയില്ല, കുറച്ചും കൂടി വിത്ത് കഴിച്ചു വെച്ചിട്ട് ഇവിടെ വന്നിട്ട് എല്ലാം കുരുടിക്കുക. ഞാനപ്പോ അത് ഉമ്മറത്തേക്ക് മാറ്റാനുള്ള പ്ലാനിലാണല്ലോ നമ്മള്. ഉമ്മറത്തിരിക്കുന്ന ചെടികൾക്കൊന്നും വലിയ കുഴപ്പമില്ല. അവിടെ ആകുമ്പോ കണ്ണും കൈയൊക്കെ എപ്പോഴും എത്തുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും എത്തും കണ്ണും കൈയൊക്കെ. പക്ഷെ ഒന്നും കൂടി നല്ല ഇനം വിത്തുകൾ മേടിച്ചുകൊണ്ട് വെച്ചാൽ നമ്മൾ വീണ്ടും നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. ഇവിടെ ഭാഗ്യം കൃഷി ചെയ്യാൻ പോവാണ് നമ്മുടെ ഈ ഗ്രോ ബാഗ് ഇരിക്കുന്നിടത്ത്. അപ്പൊ എന്നോട് പറഞ്ഞ് ഈ ചൊക്കളി സാധനങ്ങൾ ഇവിടെ എടുത്ത് മാറ്റാൻ പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ല. നമുക്കിത് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റാം. 2 രൂപയുടെ ഈ മുളകും തൈകൾ നമ്മൾ നട്ടിട്ടുള്ളത് ഉജ്ജ്വലയാണ് കേട്ടോ. അത് നട്ടിട്ടുള്ളത് നമ്മുടെ ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, ഈ കുരുടിപ്പ് രോഗത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അച്ഛൻ എനിക്ക് നമ്മുടെ കോക്കോപിറ്റും അതുപോലെ തന്നെ ഈ ചകിരിച്ചോറുണ്ടല്ലോ അതും പിന്നെ മണ്ണും ചാണകത്തിൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്ത് തന്നു. ഞാനതിനെ ഓരോരോ കഷ്ണങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ ഓരോരോ ബണ്ടിലുകളാക്കിയിട്ട് വീണ്ടും നമ്മുടെ ആ പഴയ ഗ്രോ ബാഗും പുതിയ ഗ്രോ ബാഗ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പച്ചയും ഓറഞ്ച് കളറുള്ള ഗ്രോ ബാഗ് ഉണ്ടല്ലോ, അത് നമ്മൾ മീഷോന്ന് മേടിക്കുന്നതാണ്. വില കുറവാണ് മീഷോയിൽ. ഫ്ലിപ്കാർട്ടിലും നല്ല വില കുറവുണ്ട് കേട്ടോ. ആമസോണിൽ അത്യാവശ്യം നല്ല വിലയുണ്ട്. അപ്പോൾ നമ്മൾ അത് മേടിച്ചിട്ട് അതിൽ വെച്ചുകൂടാ. ആ ഒരു പച്ചയും ഓറഞ്ചും ഗ്രോ ബാഗ് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ബാക്കിയുള്ള ഗ്രോ ബാഗൊക്കെ നമ്മൾ മണ്ണ് വെച്ചിട്ട് എടുക്കുമ്പോൾ മാറ്റി വയ്ക്കുമ്പോഴൊക്കെ പൊട്ടുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ ആ ഒരു നട്ടാപ്പറ വെയിലത്ത് നമ്മൾ അതിനിരുന്ന് ഇതുപോലെ നിറച്ച് സെറ്റാക്കി നമ്മുടെ ബാക്കിൽ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്തും അമ്മ കുറച്ച് ദിവസമായിട്ട് ചേച്ചിയുടെ അടുത്തുമാണ് കേട്ടോ നിൽക്കുന്നത്. അച്ഛൻ ഇവിടെ പണിയുള്ള ദിവസങ്ങളിലേ, വലിയൊരു പണിയുള്ള ദിവസങ്ങളിൽ വാഴയിലൊക്കെ ചേട്ടന്മാരെ കൂടെ അച്ഛൻ സഹായിക്കാൻ നിൽക്കുന്ന ദിവസങ്ങളിൽ അച്ഛൻ മണ്ണമ്പട്ടയ്ക്ക് പോവില്ല, എൻ്റെ അടുത്തേക്ക് നിൽക്കും. അപ്പം അമ്മ കടയിലാണല്ലോ, തലൂർ കടയിലല്ലേ. തലൂരിൽ നിന്ന് അമ്മയ്ക്ക് ഒല്ലൂർക്ക് പോകാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ചേട്ടനാണെങ്കിൽ പോണ വഴിക്ക് അമ്മേനെ പിക്ക് ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെ കാലം കുറേ നാളുകൾക്ക് ശേഷം അച്ഛൻ എൻ്റെ അടുത്തും അമ്മേനെ ചേച്ചിയുടെ അടുത്തും ആക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവർക്ക്. ഇപ്പോൾ പക്ഷെ അതൊരു പ്രശ്നമേ അല്ല. രണ്ടാൾക്കും രണ്ടാളുടെ അടുത്ത് മാറി മാറി നിൽക്കാൻ വലിയ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ചെടികളൊക്കെ നട്ട് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇളമ ഒക്കെ കൂടി നോക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ ടൊമാറ്റോ, നമ്മുടെ തക്കാളിയും പിന്നെ ക്യാപ്സിക്കവും കാബേജും ക്യാരറ്റും വഴുതനങ്ങ 5-6 തരവും ഒക്കെ ആയിട്ട് ഇത് ഇവിടെ അണിനിരന്ന് ഒരു കുന്ന് ഗ്രോ ബാഗിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം മേടിച്ചുകൊണ്ട് വന്ന വീടിൻ്റെ ഉള്ളിലേക്ക് മേടിച്ചുകൊണ്ട് വന്ന ചെടികളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളപ്പാത്രത്തിലും കറുപ്പ് പാത്രത്തിലും ഒക്കെ ആക്കിയിട്ട്. അഗ്ലോണിമകൾ ഇത് നമ്മുടെ പെറ്റൂണിയ വൈറ്റാണ്. അത് ഉണ്ടായില്ല, അത് ചീഞ്ഞു പോയടാ. അത് ഞാൻ കുറേ സാഫൊക്കെ പുരട്ടി സംരക്ഷിക്കാനൊക്കെ നോക്കി. പക്ഷേ സംഭവം ചീഞ്ഞു പോവാണ് ഉണ്ടായത്. ഒരു തണ്ടൊക്കെ പിടിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ മാറ്റി കുത്തിയൊക്കെ നട്ടിട്ടുണ്ട്. ശരിയാവോ ഞാൻ പറഞ്ഞ പിന്നെ ശ്രീകുട്ടൻ ഈ ലോകത്ത് ചെയ്യാത്ത പണികളില്ല കേട്ടാ. ഇപ്പൊ വേറെന്തോ പരിപാടിക്ക് നമ്മുടെ ആ കിളിക്കൂടിൻ്റെ ഉള്ളിലേക്ക് പോവാ. എൻ്റെ ദൈവമേ, എന്തിനാ നമ്മൾ കൊച്ചിനെ പറയണല്ലേ, നമുക്ക് തന്നെ ഇഷ്ടമുള്ള പരിപാടികൾ ചെയ്യാനുള്ള ഇഷ്ടമുള്ള. എനിക്ക് അതായിട്ട് ആരെന്തൊക്കെ പറഞ്ഞാലും എന്താ, നിങ്ങൾ ഈ കാണില്ലേ ചെടി അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി നട്, ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി നട്, ഇതെന്നെ പരിപാടി. എന്നിട്ട് 1-2 ദിവസം നമ്മുടെ കണ്ണെത്താണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകും. ഇതാണ് സാൽവിയ. കൂടാരം വേണം കൂട്ടിലൊരു പൂവാരാക്കോട്ടിൽ. അതാണ് ഈ സാൽവിയ. ആക്ച്വലി ഞാൻ ഇതുണ്ടല്ലോടാ ആ വെള്ളയിൽ നടണമെന്നാ വിചാരിച്ചേ. പക്ഷെ ഞാൻ മറന്നുപോയി ഇങ്ങനെ ഒരു ചെടി കൂടി ഉള്ള കാര്യം. ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ. ഇത് നമ്മുടെ പെറ്റൂണിയ വേറൊരു കളർ കണ്ട, നല്ല കളറാണ്. ഇത് നമ്മുടെ കലാഞ്ചിയോ അതുണ്ട് 2 അതും നമ്മുടെ വെള്ളയിൽ തന്നെ വെക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇപ്പോഴാണ് ഇതിനെ കാണുന്നത് തന്നെ. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ വെക്കാം എന്ന് വിചാരിച്ചു. ഇതൊരു പിങ്കാ, പിന്നെ ഒരു ഓറഞ്ചാണ്, നല്ല ഭംഗിയുണ്ട്. അച്ഛൻ ഇന്നലെ നിറച്ചെന്ന മണ്ണുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ നമ്മൾ ആ കറുപ്പ ചട്ടിയിലും വെള്ളച്ചട്ടിയിലും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നത്. കലാഞ്ചിയോന് നമ്മൾ 100 രൂപ കൊടുത്തിട്ടാണ് ഒരു തൈ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വിൻജോ പ്ലാസ്റ്റിക്കിൻ്റെ, നമ്മുടെ മണ്ണുത്തിൽ വിൻജോ പ്ലാസ്റ്റിക്സിൻ്റെ അടുത്ത് കുറേ ഇൻഡോർ ഷോപ്പുകളുണ്ട്. അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇളയമയുടെ അടുത്ത് ഇതിൻ്റെ റെഡ് ഉണ്ട് കേട്ടോ. കലാഞ്ചിയോയുടെ റെഡ് ഡബിൾ പെറ്റലും ഉണ്ട്, സിംഗിൾ പെറ്റലും ഉണ്ട്. അതായത് ഞാൻ അത് മേടിച്ചില്ല. പിന്നെ സാൽവിയ തന്നെ പല കളർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ റെഡാണ് ഭയങ്കര ഇഷ്ടം. പണ്ട് നമ്മുടെ വീട്ടിൽ നാടൻ സാൽവിയകൾ ഉണ്ടായിരുന്നു. ചെടികൾ എപ്പോഴും നാടൻ മേടിക്കുകയായിരിക്കും നല്ലത്.
മറ്റേ ഹൈബ്രിഡ് ചെടികളൊന്നും ഉണ്ടാവില്ല. അപ്പം എല്ലാം സെറ്റാക്കി ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മരം വൃത്തിയാക്കിയല്ലോ, അതുമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെടികൾ എടുക്കാം കേട്ടോ. അതുമ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വെച്ചത് നിങ്ങൾ കണ്ടല്ലോ, അപ്പം ഞാനതൊന്നും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ അഗ്ലോണിമ വൈറ്റാ. ഭാഗ്യം പറയുന്ന പോലെ ഏത് ചെടികളായാലും മണ്ണിൽ വെക്കുന്നതാണ് അത്യുത്തമം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ സൈഡിൽ നിൽക്കുന്ന ചെടികളും അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ചെടികളും കേട്ടോ. ഇതിന് നമ്മൾ ഇൻഡോർ പ്ലാന്റിൻ്റെ അവിടെ തന്നെയാണ് മേടിച്ചത്. ഇതിന് നമ്മൾ 150 രൂപയാണ് മേടിച്ചത്. പക്ഷേ അതിൽ 3 കടയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടി സെറ്റാക്കണതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ ശാന്തമ്മ വിശേഷങ്ങൾ പറയാൻ വന്നിട്ടുണ്ട്. ശാന്തമ്മ വീടിൻ്റെ ചുറ്റും അടിച്ച് വാരുന്ന പണിത്തിരക്കിലായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന വിശേഷങ്ങളും എന്നോട് ഇടയ്ക്കിടയ്ക്ക് ശാന്തമ്മ ചോദിക്കുക, എൻ്റെ പൊന്നുമോളെ എനിക്ക് ഈ ചെടികൾ മുഴുവൻ വെച്ചിട്ട് വല്ല ഭ്രാന്തുണ്ടോ, വല്ലതും കിട്ടാണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. കാരണം ആൾക്ക് ഈ വക പരിപാടികളൊന്നും വലിയ താല്പര്യമില്ല. ആൾക്ക് ഇങ്ങനെ ജോലി ചെയ്യുന്ന അവരൊക്കെ കുറച്ചും കൂടി പഴയ ചിന്താഗതികളുള്ളവരാണ്. അതിൽ നിന്നുള്ള പ്ലഷറും കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവില്ല. അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളും വേറെ വേറെയാണ്. അപ്പം ഞാൻ അതിനെ കമ്പയർ ചെയ്യാൻ നിൽക്കണമില്ല. അപ്പം നമുക്ക് ശാന്തമോട് മൂളി ഇരിക്കലാണ് പതിവ്. അങ്ങനെ നമ്മൾ ചെടികളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫൈനലി നമ്മൾ എല്ലാം ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഞാൻ ഇവിടെ ഇരുന്നാണ് വായിക്കലൊക്കെ ചെയ്യാറുള്ളത്. ഫൈനലി അത് ഇങ്ങനെയായിട്ടോ. ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടും. ബാക്കിലത്തെ ആ വലിയ കട്ടുണ്ടല്ലോ, അത് നമുക്കൊരു 10 ഫീറ്റ് 12 ഫീറ്റിൽ വരുന്ന കട്ടനാന്ന് തോന്നുന്നു. അത് മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പടിഞ്ഞാറൻ വെയിൽ നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ. എപ്പോഴും വെയിലുള്ള സ്ഥലങ്ങളിൽ ചെടികൾ വേണം. ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ ചെടികളെ വെയിൽ ഒളിപ്പിക്കണം. അങ്ങനെ ശ്രീകുട്ടൻ അത് അംഗീകരിച്ചതിൻ്റെ പേരിൽ നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിലുണ്ടായ വലിയ ദാരുണമായ ഒരു സംഭവത്തിൻ്റെ എന്താ പറയുക ഫൈനൽ റിസൾട്ടാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ആ ചില്ല് പൊട്ടിയത്. എനിക്ക് പച്ചയും മഞ്ഞയും പൂക്കളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. അത് പൊട്ടിയപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിയൊരു വേദനയായിരുന്നു എനിക്ക് കേട്ടോ. ഞാൻ നമ്മുടെ വർക്ക് ചെയ്ത ചേട്ടനുണ്ടല്ലോ, വിപിൻ ചേട്ടൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ചേട്ടാ അത് പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ചേട്ടൻ വീണ്ടും രണ്ടാമത് അത് ചെയ്തു തന്നു. പൈസ അത്യാവശ്യമായി. വീട്ടിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഗ്ലാസോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്യാമറയും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നവരാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വീഴാണ്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റീസൺ മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനെയാണ് അത് പൊട്ടിയെന്നുള്ള കാര്യം. എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മൾ വരച്ചെടുത്തതാണ്. ഈ ചുമരുമുള്ളത് വരച്ചെടുത്തതാണ്. ചേട്ടൻ ഹാൻഡ് പെയിൻറ് ചെയ്തതാണ്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു മിററിൻ്റെ വർക്കും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അത് പൊട്ടിയപ്പോഴേക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ പൊട്ടിയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൂരാകുമ്പോൾ മാറ്റാലോ എന്ന് വിചാരിച്ചവിടെ വെച്ചിരിക്കുകയാണ്. ഫൈനലി അതും മാറ്റി. ഞങ്ങളുടെ പൂരം വന്നു ഗൈസ്. പൂരത്തിന് ഞങ്ങൾ അലങ്കരിച്ചിരിക്കുകയാണ് നമ്മുടെ ഭവനം അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ചേട്ടന്മാർ വന്നിട്ടുണ്ട്. അതിൻ്റെ ചെറുതായിട്ടുള്ള രൂപമാണ് ഈ കാണുന്നത്. ഓ നോ താങ്ക് യു. വാവ്, നമ്മുടെ യുജീനിയ ദേ പച്ചയും നീലയിലും മുങ്ങി നിൽക്കുന്നു. പൂരം വൈബാണ് ഇവിടെ. പൂരം വൈബ്. അങ്ങനെയല്ല, പൊടിമീശ മുളയ്ക്കണ കാലം. നമ്മള് ആക്ച്വലി പുറത്തു പോയി വരുമ്പോഴേക്കും ഇവിടെ മഞ്ഞും ഒക്കെ എല്ലാവരും സ്വർണ്ണം പോണു. സ്വർണ്ണം ഒരു ഹൈ പറഞ്ഞ സ്വർണ്ണം പിന്നിൽ പോകുന്നതാണ് മനു. പിന്നെ വേറൊരു ചേട്ടൻ എനിക്കറിയില്ല. അവരൊക്കെ കൂടി നമ്മുടെ വീടിനെ അലങ്കരിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി ഈ ഒരു സൈഡല്ല കേട്ടോ, ഈ സൈഡും കൂടി ഇടും. നമ്മുടെ വീടിന്റെ കുറ്റൂശയ്ക്കാണ് വീട് ഇത്ര ഭംഗിയിൽ കണ്ടിട്ടുള്ളത്. വീടും ആഘോഷിക്കട്ടെ പൂരം. പൂക്കൾ പൂക്കും തരുണം പാർത്തതാരുമില്ല. പുലരും കാலை പൊഴുதை ബൾബ് ഇട്ടോണം പൂക്കൾ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും നമ്മുടെ അമ്പല കമ്മിറ്റിയിൽ ഭാഗ്യം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഭാഗ്യം നല്ല തിരക്കുള്ള സമയങ്ങളാവാറുണ്ട്. ഇക്കൊല്ലം ഭാഗ്യം ഇല്ലാത്തതിൽ നിന്നും മാറി നിന്ന ഒരു വർഷമായ കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല നമ്മൾ വീട്ടിലുള്ളവരും നമ്മുടെ ബന്ധുക്കളെയും ഒക്കെ ഇപ്രാവശ്യം പൂരത്തിന് വിളിച്ചിട്ടുണ്ട്. എല്ലാവരും വരുന്നുള്ള പ്രതീക്ഷയിലാണ് വീട് അണിഞ്ഞൊരുങ്ങുന്നത്. മിന്നാമിന്നുങ്ങ് നിറച്ച് മിന്നാമിന്നുങ്ങ്, നമ്മുടെ നാട്ടിൽ നിറച്ച് മിന്നാമിന്നുങ്ങ്. ഹായ് ശ്രീകുട്ടനെ നോക്ക്.
രസമായിട്ട് ശ്രീകുട്ട അതെ നമ്മുടെ ലേസർ ഇല്ലേ, അതാണ് കേട്ടോ മിന്നാമിനിങ് ആയിട്ട് ഇങ്ങനെ കാണുന്നത്. അത് മൊത്തത്തിൽ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ശ്രീകുട്ടന്റെ പേത്ത് വെച്ചപ്പോഴാണ് മിന്നാമിനിങ് ഇങ്ങനെ നിറയെ തിളങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരുപാട് മുറ്റം അങ്ങനെ ഫ്രണ്ടിലേക്കുള്ള കാരണമുണ്ടേ, യുജീനിയൊക്കെ നിൽക്കണ കാരണമുണ്ട് ചേട്ടന്മാർക്ക് ഇടാൻ വേണ്ട സ്ഥലം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ദൈവമേ ഇതിട്ട് കഴിയണില്ലല്ലോ എന്നുള്ള പരാതിയായിരുന്നു കേട്ടോ. ഫൈനലി അങ്ങനെ എല്ലാം ഇട്ട് വന്നപ്പോഴേക്കും നമ്മുടെ വീട് ഇതായി കാണുന്ന രീതിയിലായിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ കുറ്റൂശ എന്ന് പറയുന്നത് ഹൗസ് വാമിങ് ആ ടൈം കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോഴാണ് നമ്മൾ ഇതിലൊരു ലൈറ്റ് പോലും അഡീഷണൽ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ സുദർശനമായിട്ട് മാറിയിരിക്കുകയാണ്. അത് അനിയനാണ് കേട്ടോ. ഇവിടെ നമ്മുടെ നിതിൻ എന്ന് പറയും, ഞങ്ങളിങ്ങനെ സ്നേഹത്തോടെ സ്വർണം എന്ന് വിളിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലത്തെയും പൂരത്തിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ. ഇനി നാളെ നമുക്ക് പൂരവിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.